ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മുടെ സ്ക്വാഡ് അവരുടെ പുതിയ കുഷാക്ക് ഫേസ് ലിഫ്റ്റ് ഇറക്കുന്നത്. അതിനുശേഷം പിന്നെ ടൈഗൺ ഫേസ് ലിഫ്റ്റ് വന്നു. പക്ഷേ ഇത് രണ്ടും ബേസ് ആയിട്ടുള്ള സെഡാൻസ് ഉണ്ടായിരുന്നു, അതായത് നമ്മുടെ വെർട്ടസും അതുപോലെ സ്ലാവിയും. ഈ രണ്ട് വണ്ടികളും ഫേസ് ലിഫ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ പൊതുവേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന സ്ക്വാഡ് ആയതുകൊണ്ട് സ്ക്വാഡയുടെ വണ്ടി തന്നെ ആയിരിക്കും ആദ്യം വരുന്നത്. കുഷാക്കാണ് ടൈഗണിന് മുന്നേ വന്നത്. സോ നമുക്കിവിടെയും സ്ലാവിയ തന്നെയായിരിക്കും ആദ്യം ഫേസ് ലിഫ്റ്റ് കിട്ടാൻ പോകുന്നത്. ഇതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റഡ് ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 18 ഈ വാഹനം ഇറങ്ങാൻ പോകുന്നത്. നമുക്ക് ഓഗസ്റ്റിൽ കുറച്ചധികം വണ്ടികൾ വരുന്നുണ്ട്. പുതിയ സ്കോർപ്പിയോ ഫേസ് ലിഫ്റ്റ് ഇതുണ്ട്, പിന്നെ വേറെ കുറച്ച് വണ്ടികളുണ്ട്, നമുക്ക് വേറെ വീഡിയോയിൽ പറയാം. ഏതായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും ചേഞ്ചസ്, അതുപോലെ ഈ വണ്ടിയിലെ എഞ്ചിൻ ഓപ്ഷൻസ്, മെക്കാനിക്കൽ ചേഞ്ചസ്, അതുപോലെ എക്സ്റ്റീരിയർ ചേഞ്ചസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്റ്റീരിയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുഷാക്കിൽ കിട്ടിയ പോലത്തെ ചേഞ്ചസ് ഒക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഫ്രണ്ടിൽ നമുക്കൊരു കണക്റ്റഡ് DRL ഉണ്ടാവും, അതുപോലെ LED ഹെഡ് ലാംപ്സിൻ്റെ ഡിസൈനിൽ ചെറിയ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. റെൻഡറിങ്സ് ഞാൻ കാണിച്ചായിരുന്നു, ജസ്റ്റ് ഇതുപോലെ ഇരിക്കും എൻ്റെ ഫ്രണ്ട് ഫേസ്. അത് പക്ഷേ കുഷാക്കിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ടുള്ള കുറച്ച് റെൻഡേഴ്സ് മാത്രമാണെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾ കുഷാക്കിൽ കണ്ട പോലെയൊക്കെ തന്നെ അത്യാവശ്യം നോട്ടീസബിൾ ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന സൈഡിലേക്ക് വരികയാണെങ്കിൽ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി സെയിം ആയിരിക്കും, കാരണം ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമാണ്. പക്ഷേ അലോയ് വീൽസിൻ്റെ ഡിസൈനിൽ നമുക്ക് ചെറിയൊരു ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ 360 ക്യാമറയുടെ കട്ടൗട്ട് ഇതിനകത്ത് കാണുന്നില്ല, അത് ഒരു കുഷാക്കിലും കൊടുത്തില്ലായിരുന്നു. കുഷാക്കിൽ ഇൻഫാക്ട് നമുക്ക് മിസ് ഔട്ടായി പോയത് 360 ക്യാമറയും അതുപോലെ ADAS ആണ്. ഇതിൻ്റെ അകത്തും ഈ രണ്ട് സാധനങ്ങൾ കാണാനില്ല. പക്ഷേ 360 ക്യാമറ ഒരു കമ്പനിയിൽ നിന്ന്, അതായത് നമ്മുടെ ഡീലർഷിപ്പിൽ നിന്ന് ഒരു ആക്സറി ആയിട്ട് കൊടുക്കുന്നതാണ്. സോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അത് ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാലും ഫാക്ടറി ഫിറ്റഡ് ആയിട്ട് വരുന്നതിൻ്റെ ഒരു ക്വാളിറ്റി എന്തൊക്കെ പറഞ്ഞാലും വേറെ തന്നെയാണ്. എനിവേ ഇനി റിയറിലേക്ക് വരികയാണെങ്കിൽ കുഷാക്കിൽ നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് എനിക്ക് ഈ ടെസ്റ്റിംഗ് വണ്ടി കണ്ടിട്ട് അങ്ങനെ കണക്റ്റഡ് ടെയിൽ ലാംപ്സ് എന്നുള്ള പോലെ തോന്നുന്നില്ല. പക്ഷേ ടെയിൽ ലാംപ്സ് ചിലപ്പോൾ കുറച്ചും കൂടി സ്ലിക്ക് ആക്കിയിട്ട്, അതായത് സ്ലിമ്മർ ആൻഡ് സ്ലിക്കർ ആക്കിയിട്ട് ചെറിയ കുറച്ച് റീഡിസൈൻ എലമെൻറ്റ്സ് കൊടുക്കുമായിരിക്കും, ആ ഒരു റിഫ്രഷ്മെൻറ്റ് കൊടുക്കാനായിട്ട്. പിന്നെ ബമ്പറിൻ്റെ ഡിസൈനിലും ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ബാക്കിലും ചേഞ്ച് പറയാൻ പറ്റുന്നത്, ഓർ ആക്ച്വലി മൊത്തത്തിൽ ചേഞ്ച് പറയാൻ പറ്റുന്നതാണ്. പിന്നെ ഡോറിൻ്റെ ഡിസൈനിൽ അങ്ങനെ സാധനങ്ങളൊന്നും വ്യത്യാസമില്ലാത്തതുകൊണ്ട് മിക്കവാറും ടെസ്റ്റിങ്ങിൽ അവർ ഫ്രണ്ടും ബാക്കും മാത്രമേ ക്യാമഫ്ലാജ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ ഈ വണ്ടിയൊക്കെ കണ്ടില്ല, ഇതിനകത്ത് ആകെപ്പാടത്രേ ഉള്ളൂ. സോ ഇതാണ് എക്സ്റ്റീരിയർ ചേഞ്ച്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്പൈ ഷോട്ട് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത്ര അതിൻ്റെ അകത്തുള്ളൂ. എനിക്കറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും മനസ്സിലാകാൻ പോകുന്നില്ല എന്ന്. എനിവേ നമുക്ക് കുഷാക്കിൽ കിട്ടിയിരിക്കുന്ന ചേഞ്ച് ഒക്കെ തന്നെയാണ് ഈ വണ്ടിയിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഡാഷ്ബോർഡ് ലേഔട്ടിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ സ്റ്റിയറിംഗ് വീലൊക്കെ സെയിം തന്നെയായിരിക്കും. പക്ഷേ ഇൻഫർടൈം സിസ്റ്റം, ഇൻസ്റ്റാൾ ലിസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഇൻസ്റ്റാൾ ലിസ്റ്റ് മെയിനായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു 8 ഇഞ്ചസിൻ്റെ ഡിജിറ്റൽ യൂണിറ്റ് ആണ്. പക്ഷേ ഈ വണ്ടിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് കുഷാക്കിലൊക്കെ കിട്ടുന്നതല്ല. അതായത് ഇവരുടെ തന്നെ ഇൻ്റർനാഷണലി വരുന്ന ഒരു 10.25 ഇഞ്ചസിൻ്റെ യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ UI കുറച്ചുകൊണ്ട് ബെറ്റർ ആണ്. അതുപോലെ ഒരുപാട് കൺഫിഗറേഷൻസും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ക്ലസ്റ്റർ ആയിരിക്കും നമുക്ക് ഈ വണ്ടിയിലും കിട്ടാൻ പോകുന്നത്. പിന്നെ ഇൻഫർടൈം സിസ്റ്റം ആണെങ്കിലും സൈസ് 10.25 ഇഞ്ചൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് UIയിൽ കുറച്ചുകൂടെ ചേഞ്ച് വരും. കുഷാക്കിൻ്റെ ഒക്കെ UI മാറിയായിരുന്നു, ഒരു ഇത്തിരി കൂടി ഇൻറ്റ്യൂറ്റീവ് ആയിട്ടും അതുപോലെ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുന്നത്, ഒരു ഇത്തിരി കൂടെ മോഡേൺ ഡിസ്പ്ലേ ആയിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് അത് വരുന്നത്. പിന്നെ ഓട്ടോ AC, അതുപോലെ ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, വയർലെസ് ചാർജർ, ഓട്ടോ ഡിമ്മിങ് എയർ വീംസ് ആയിക്കോട്ടെ. പിന്നെ നമുക്ക് വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ കണക്റ്റിവിറ്റി വരുന്നുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫാണ് ഈ വണ്ടിയിൽ കിട്ടാൻ സാധ്യതയുള്ളത്, കാരണം സെഡാൻ ആയതുകൊണ്ട്. മറ്റേ പാനോറാമിക് സൺറൂഫ് കുഷാക്കിലൊക്കെ അവർ കൊടുത്ത പോലെ കൊടുക്കാൻ കമ്പാരിറ്റീവ്ലി ചാൻസ് വളരെ കുറവാണ്, കാരണം അത്രയും റൂഫ് ഏരിയയും കൂടെ അതിനാവശ്യമുണ്ട്. അതല്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ബാക്കിൽ വരുന്ന മസാജ് സീറ്റ്സ് ആണ്. അതവർ കുഷാക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുഷാക്കിലും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയിലായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക, കാരണം സ്പേസ് കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീൽ ബേസ് ഒരു ഇത്തിരി കൂടിയതുകൊണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആണ്. പിന്നെ ഓവറോൾ ഈ വണ്ടിക്ക് ലെങ്ത് കൂടുതലാണ്, സെഡാനാണ് എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. സോ അതുകൊണ്ട് തന്നെ റിയർ സീറ്റ് കംഫർട്ട് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുമ്പോൾ മസാജ് സീറ്റ്സ് ആക്ച്വലി കൊള്ളാം. പിന്നെ കുഷാക്കിലാണെങ്കിൽ നമുക്ക് ആ മസാജ് ഫംഗ്ഷൻ ആക്ച്വലി നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുമായിരുന്നു. മോഡ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷേ സാധനം വർക്കിംഗ് ആയിരുന്നു. അതല്ലാതെ അത്യാവശ്യം സ്പേസ്, റിയർ സീറ്റ്, AC വെൻസ്, ചാർജിങ് പോയിൻറ്റ്സ്, സെൻറ്റർ ആംറസ്റ്റ്, 3 ഹെഡ് റെസ്റ്റ്, എല്ലാ സാധനങ്ങളും ഇതിനകത്ത് അല്ലാതെയും കിട്ടുന്നുണ്ട്. ഇനി മെക്കാനിക്കൽ ചേഞ്ച് എടുക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോം ഒക്കെ MQB സെയിം പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും. പക്ഷേ നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിൽ 1 ലിറ്റർ TSI, 1.5 TSI ഉണ്ടെങ്കിലും കുഷാക്കിലും അതുപോലെ ടൈഗൺ ഫേസ് ലിഫ്റ്റ് ഒക്കെ കണ്ട പോലെ നമുക്ക് 8 സ്പീഡ് ടോക്കൺ മോട്ടർ ഓട്ടോമാറ്റിക് ആയിരിക്കും ഇനി ഇതിനകത്ത് പുതിയതായിട്ട് കിട്ടാൻ പോകുന്നത്. പവർ ഫിഗേഴ്സ് ഒക്കെ സെയിം ആണ്, 115 PS, 178 Nm. പിന്നെ മാനുവൽ ആണെങ്കിൽ 6 സ്പീഡ് തന്നെ ആയിരിക്കും. പക്ഷേ 8 സ്പീഡ് ടോക്കൺ മോട്ടർ വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ടോക്ക് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ ആവും. അതുപോലെ മൈലേജ് ബെറ്റർ ആവുന്നവർ പറയുന്നുണ്ട്. ഞാനത് ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ എഫിഷ്യൻസി ഇമ്പ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ക്രൂസിംഗ് RPM കുറഞ്ഞായിട്ടൊന്നും തോന്നുന്നില്ല, കാരണം രണ്ടും സിമിലർ ആയിട്ടുള്ള ക്രൂസിംഗ് RPM ആണ്. 1 ലിറ്റർ ആണെങ്കിൽ 2000 RPM ഇരിക്കുന്നത്. ഇത് അതായത് 6 സ്പീഡ് ആണെങ്കിലും 2000 RPM ആണ്. 8 സ്പീഡ് വന്നപ്പോഴും 2000 RPM തന്നെയാണ് വണ്ടി ആക്ച്വലി 100 കിലോമീറ്ററിലൊക്കെ ക്രൂസ് ചെയ്യുന്നത്. പിന്നെ 1.5, 150 bhp, 250 Nm ടോർക്ക്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ. പണ്ട് മാനുവൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ മാനുവൽ ഇന്നവർ കൊടുക്കാറില്ല, കാരണം അധികം ആൾക്കാർ ഇത് വാങ്ങിയില്ല. സോ അതാണ് ഇതിൻ്റെ മെക്കാനിക്കൽ ചേഞ്ച് വരാൻ പോകുന്ന ആകെയുള്ളൊരു സംഭവം. ലോഞ്ച് ചെയ്യാൻ വീണ്ടും പറയുന്ന ഓഗസ്റ്റ് 18 അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ഒക്കെ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.